ഫസ്റ്റ് നമ്മൾ കുറച്ച് ഗ്രേപ്പ് ആഡാക്കി ഗ്രേപ്പ് ആഡാക്കുവാണ്. അത് ഒരു കിലോളം മുന്തിരിയുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് അത്യാവശ്യമായിട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം ഷുഗർ ആഡ് ചെയ്തു. ഇത് നമ്മൾ 1 കിലോയ്ക്ക് അടുത്തുള്ള മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് കുറച്ച് ഷുഗർ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് വേണ്ടതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു 8-10 ഓളം വരുന്ന 8-10 ഓളമേ ഉള്ളൂ. ആ 8-10 വരുന്ന നമ്മുടെ ഗ്രാമ്പ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആ ഗ്രാമ്പ് ഇട്ടു. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പട്ട ഉണ്ടല്ലോ, അറിയാലോ ഇതെല്ലാവർക്കും. അപ്പോൾ പട്ട ഇത് ഞാൻ കൂടുതൽ എടുത്ത് വെച്ചിട്ടുള്ളത്, പക്ഷെ അത്യാവശ്യം മാത്രം അതിനകത്തേക്ക് ഇട്ടാൽ മതി. ഏതാണ്ട് ഒരു 2 പീസായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഈ വലിയ പീസ് 2ആയിട്ട് ഇങ്ങനെ ഇട്ട് അതിനകത്തേക്ക് ഇച്ചിരി പിന്നെ അങ്ങോട്ടേക്ക് ഇടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഏലക്ക ഉണ്ട്, ആ ഏലക്ക അതും കൂടെ അങ്ങോട്ട് ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ബാലൻസ് വന്ന ഗ്രേപ്പ് ഉണ്ടല്ലോ, ഈ ബാലൻസ് വന്ന ഗ്രേപ്പ് വീണ്ടും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു കുഞ്ഞു നിന്ന് ഭയങ്കര പുറത്തുകളൊക്കെ കാണിക്കുന്നുണ്ട്. എങ്കിലും നോക്കിക്കോ, അവൾക്കിത് ചെയ്യണമെന്നുള്ള വളരെയേറെ ആഗ്രഹമാണ്. അപ്പം അതിനായിട്ട് ഓരോന്ന് കാണിക്കുന്നുണ്ട് കുരുത്തക്കേടുകൾ. അപ്പോൾ അതാണ്ട് നമ്മുടെ ഗ്രേപ്പ് ബാലൻസ് വന്ന ഫുള്ളും അതിനകത്തേക്ക് ഇടുകയാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേട്ടത്. അത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ എന്താണ്ട് അടുത്തെന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് നമ്മൾ ബാക്കി ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് വീണ്ടും ഈ ബാലൻസ് വന്ന ഒരിത്തിരി ഗ്രാമ്പ്, പട്ട, ഏലക്ക ഇവരെല്ലാം കൂടെ ചെറുതായിട്ട് വീണ്ടും ഇതിനകത്തേക്ക് അത്യാവശ്യം ഇട്ടാൽ മതി കേട്ടോ. ഓവറാവരുത്. ഓവറായി കഴിഞ്ഞാൽ ഭയങ്കര വല്ലാത്തൊരു ചുവ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്ന ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടു. ഇനി ഇതിനകത്ത് ബാലൻസ് വന്ന ഈ ഷുഗറും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ തിളപ്പിച്ചാറ്റി വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് നന്നായിട്ട് ആറിയ വെള്ളമാണ്, തിളപ്പിച്ചിട്ടാറ്റിയ വെള്ളമാണ്. അപ്പോൾ അത് ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഒഴിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മുന്തിരി നമ്മുടെ ഇത് മുങ്ങി കിടക്കുന്ന പരുവാവണം. ഈ മുന്തിരി ഇങ്ങനെ മുങ്ങി കിടക്കണം. എന്നിട്ട് അപ്പം ഇവരെല്ലാവരും ഇതിനകത്ത് ചേരേണ്ട ആൾക്കാരൊക്കെ ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് ഇവനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഈ മുന്തിരിയൊക്കെ ഒന്ന് പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പൊട്ടുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. ഈ മുന്തിരിയൊക്കെ പൊട്ടി ഇതിനകത്ത് അതിൻ്റെ നീരാണ് വന്ന് അലിയേണ്ടത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നാളെ ഇതേ സമയമാകുമ്പോൾ തന്നെ ഇതിനെ ഒന്നുകൂടെ നമ്മൾ ഈ സമയമാകുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഉണങ്ങിയ തവിയായിരിക്കണം കേട്ടോ. ഉണങ്ങിയ തവി, ജലാംശം ഒട്ടും ഉണ്ടാവരുത്. കാരണം വേറെ എന്തിനെങ്കിലും നനവ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇത് പൂപ്പൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നാളെ ഈ സമയമാകുമ്പോൾ വീണ്ടും ഒന്നുകൂടെ ഇളക്കണം. അങ്ങനെ 3 days ആണ് ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത പ്രോസസ്സ് മീൻസ് വേറെ ഒന്നുമല്ല. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത് നന്നായിട്ട് ഉടച്ച് വെച്ചതിന് ശേഷം ഇത് ഇപ്പോൾ ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈസ്റ്റ് ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. കുറച്ച് നമുക്കൊരു അത്യാവശ്യം അറിയാമല്ലോ, ആ ഈസ്റ്റും കൂടെ ഒന്ന് ചേർത്തിട്ട് ഇവനെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി. ഒരുപാട് ഓവറായിട്ട് ഈസ്റ്റ് ഇടരുത്. പിന്നെ അതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി. ഇതേ കണ്ടോ, മുന്തിരിക്കുട്ടന്മാരൊക്കെ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് ആ ബോട്ടിൽ നിന്നിട്ട്. ഇങ്ങനെ ഞങ്ങളെ ഇതിനകത്തേക്ക് പിടിച്ചിട്ടോ എന്നുള്ള ചോദ്യം പോലെ തോന്നുന്നു എനിക്ക്. അപ്പോൾ ഇവരെയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ